അതിനൊക്കെ എന്നോട് ദേഷ്യാണ്. പറവന് ദേഷ്യാണ്. എന്തിന്? വളയിടാൻ സമ്മതിക്കാത്തതിന്. ഓനൊരു ബലാല ആ വളക്കാരെ. അത് മാത്രമല്ല, ഈ ദുനിയാവിലുള്ള ഒരു സൈത്താനെ അന്റെ മേത്തോടാൻ നമ്മൾ സമ്മതിക്കൂല. നാദാപുരത്തുനിന്ന് വേണമെങ്കിൽ കോഴിക്കോട്ടുനിന്ന് നമ്മൾ തന്നെ പോയി നല്ല അസല് വള കൊണ്ടു തരൂലേ. പിന്നെ എന്തെല്ലാം ഉണ്ട് ആശ പറഞ്ഞു. വടക്കേ പോയില്ലേ 500 പറ കണ്ടോ, അന്റെ പേരിൽ എഴുതി തരട്ടെ? വേണ്ട. പിന്നെ എന്താ വേണ്ടേ? 10 കൊമ്പനാനെ തരട്ടെ? എന്തിന്? അല്ല, നമ്മൾ അനക്ക് ഒരു കുറവും എത്തൂല. ഈ 10 തങ്കത്തിനെ ഞമ്മക്ക് കിട്ടിയാൽ ചിലർക്ക് കണ്ണുകടിയുണ്ട്. ഇബിലീസുകൾ കൂടുതൽ പണി ചെയ്ത്, അതുകൊണ്ടാ ബോധം കേട്ടത്. പക്കെങ്കിലേ ഓൻ്റെ ഒക്കെ വല്യുപ്പൂപ്പാനെ തോപ്പിക്കാൻ പോകുന്ന ഒരാള് നമ്മളേലുണ്ട്. ഇങ്ങോട്ട് അടുത്ത് വാ മുത്തേ, ഇക്കാൻ്റെ അടുത്ത് വാ. ഇനി ഞമ്മക്ക് ക്ഷമയില്ല. ചൂടുള്ള എണ്ണയിലിട്ട കടുക് മാതിരി പിടക്കാണ് നമ്മളെ കൽബ്. ഇങ്ങോട്ട് അടുത്ത് വാന്ന്. അല്ലോ കരയുന്ന എന്തിനാ പൊന്നെ? മയ്യത്തായി പോയ നമ്മളെ വല്യുപ്പാപ്പ എവിടെ? ഇന്ന് ഉച്ചക്ക് നമ്മളെ കനവില് വന്ന്. അത്രയല്ലേ ഉള്ളൂ. മൂപ്പര് നമ്മളെ കനവില് വന്ന് പറഞ്ഞതെല്ലാം ഇതുവരെക്ക് നടന്നിരിക്കണം. അതാ നമുക്ക് പേടി. ഒന്ന് തെളിച്ചു പറയണ്ട. അതിനാ ഈ ചന്ദ്രമാസം കഴിയും മുമ്പ് നമ്മള് കെട്ടിയവന്റെ ഒപ്പം മണിയറെ കഴിഞ്ഞാല് നിങ്ങള് മയ്യത്തായി പോകുന്നു പറഞ്ഞു. മയ്യത്താവുമ്പോ അന്റെ ഉപ്പപ്പാക്ക് പെരാണ്ടുണ്ടായിരുന്നു ഇങ്ങനെ വായി തോതിയൊക്കെ വിളിച്ചു പറയാൻ? അമിന, കാലം എത്ര പരിഷ്കരിച്ചിരിക്കണ്. വിവരമുള്ളവരിപ്പോ ഇതൊന്നും വിശ്വസിക്കൂല. നിങ്ങൾക്ക് അറിയാഞ്ഞിട്ട. നമ്മളെ നിക്കാഹിന് 2 ആഴ്ച മുമ്പ് മല്ലുപ്പാപ്പ കനവില് വന്ന് വടക്കുനാട്ടിൽ ഒരു സുന്ദര ഹാജിയാരി വന്ന് നമ്മളെ കൊണ്ടുപോകുന്നു പറഞ്ഞു. നടന്നില്ലേ? പിന്നെ ഒരു ദിവസം കനവില് വന്ന് പറഞ്ഞ് ഒരേല മുട്ടനാട് ചത്തു പോകുന്നു. എന്നിട്ട് ചത്ത? തലയും കുത്തി താഴെ വീണ് ചത്ത്. അപ്പൊ ഇനി 5-6 ദിവസം വെള്ളമിറക്കി നടക്കണല്ലേ? നിങ്ങള് മയ്യത്തായ പിന്നെ ഞമ്മക്കാരാ? അത് നേരാ. ഒരു മുത്തം തരാൻ പാടില്ല എന്നൊന്നും അന്റെ ഉപ്പാപ്പ പറഞ്ഞിട്ടുണ്ടാവില്ലല്ലോ. ഏത് തൊട്ട അപ്പ മയ്യത്താവുന്ന പറഞ്ഞേക്കണേ. കള്ളപ്പന്നി. ഈ സുന്ദരിയല്ല ആരാ പറഞ്ഞു? ഇങ്ങോട്ട് വാ.